തങ്ങളാണോ സതീശനും സുധാകരനും ഒക്കെയാണോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത്? സംസ്ഥാന സമിതി അംഗത്തിന്റെ കുറവുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം അത് നികത്തും. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കെ സുരേന്ദ്രനെയല്ല, നരേന്ദ്രമോദിയെ തന്നെയാണ് സന്ദീപ് വാര്യർ വിമർശിക്കുന്നത്. ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ആകെത്തുക എന്നത് പാലക്കാട്ടെ BJPയുടെ വിജയമാണ്. സന്ദീപ് വാര്യർ പോയത് തെരഞ്ഞെടുപ്പിനെ ഒരിക്കലും ബാധിക്കില്ല. അയാൾക്ക് പോവണമെന്ന് തോന്നി, അയാൾ പോയി. ഒരു സംസ്ഥാന സമിതി അംഗത്തിന്റെ കുറവുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം അത് നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം വേണമെന്ന അവസ്ഥയിലാണെന്നും ഇടത് വലത് മുന്നണികൾ തരാതരം ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് വാര്യർ പോയത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നും BJP വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് എന്നാൽ ഒരു സാമുദായിക പാർട്ടിയാണ്, ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. UDFനകത്ത് പ്രവർത്തിക്കണമെങ്കിൽ, കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ പാണക്കാട് തങ്ങളുടെ അനുഗ്രഹം വേണമെന്ന അവസ്ഥയാണ്. VD സതീശനും കോൺഗ്രസ് നേതാക്കളും നൽകുന്ന സൂചന അതാണ്. പാണക്കാട് തങ്ങളാണോ സതീശനും സുധാകരനുമാണോ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. ഇരു മുന്നണികളും തരാതരം ജമാഅത്തെ ഇസ്ലാമിയെയും SDPയെയും ഉപയോഗിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ കുറിച്ച് സന്ദീപ് വാര്യർ പറഞ്ഞ മുൻ നിലപാട് കൂടി എടുത്തു നോക്കണം. സന്ദീപ് വാര്യരോട് എന്ത് പറഞ്ഞാണ് കോൺഗ്രസ് വിലപേശിയത് എന്നറിയില്ല. രാഷ്ട്രീയം വിലപേശൽ അല്ല, നിലപാടാണ്. അത് സന്ദീപിന് ഇല്ലെന്നും MT രമേശ് കുറ്റപ്പെടുത്തി. അതേസമയം PC ജോർജും ഗുരുതര ആരോപണവുമായി രംഗത്തെത്തി. മുസ്ലിം ലീഗും കോൺഗ്രസും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിയെന്നാണ് PC ജോർജ് പറഞ്ഞത്. കോട്ടയത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് സീറ്റിന്റെ പേരിൽ BJP വിട്ട വ്യക്തിയെ ഒരു മതത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് ആനയിച്ചതിന്റെ കാരണം കോൺഗ്രസ് ജനങ്ങളോട് പറയണമെന്നും PC ജോർജ് ആവശ്യപ്പെട്ടു. പാണക്കാട് കുടുംബം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എന്നാൽ ഇന്ന് അവർ മുസ്ലിം തീവ്രവാദികൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. ഇതിന് തെളിവാണ് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാനുള്ള വഖഫ് ബോർഡിന്റെ നീക്കത്തെ അനുകൂലിക്കുന്ന നിലപാട്. ഇതോടൊപ്പം തന്നെ വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പാണക്കാട് സാദിഖലി തങ്ങളുടെ നിലപാടും മുസ്ലിം തീവ്രവാദികൾക്ക് അനുകൂലമാണ്. ഈ സാഹചര്യത്തിൽ സന്ദീപ് വാര്യറുടെ പാണക്കാട് സന്ദർശനം മതേതരത്തിന് കളങ്കമാണെന്നും PC ജോർജ് പറഞ്ഞു. അതേസമയം പാലക്കാട് സന്ദീപ് ഇഫക്റ്റ് ഉണ്ടാകുമെന്നും റാലിയിൽ കണ്ടതാണല്ലോ പിന്തുണ. സന്ദീപ് പാണക്കാട് എത്തിയത് വിവാദമാക്കേണ്ടതില്ലെന്നും വർഗീയ ചേരിയിൽ നിന്നും മതേതര ചേരിയിലേക്കാണ് സന്ദീപ് എത്തിയതെന്നും മുൻകാല നിലപാടിൽ മാറ്റമുണ്ടായെന്നും എല്ലാം തങ്ങൾമാരെ പോലെ തന്നെയാണ് സാദിഖലി ശിഹാബ് തങ്ങളെന്നും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷം UDF നേടുമെന്നും ലീഗിന് വർഗീയ മുഖം നൽകാൻ ശ്രമിക്കുന്നവർ മോശമാകുമെന്നും ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നവർ നല്ലവരെന്നും അല്ലാത്തവർ മോശമെന്നാണ് CPM നിലപാടെന്നും കുറ്റപ്പെടുത്തി. വർഗീയത പരത്താൻ ശ്രമിക്കുന്നവർ ആരാണെന്ന് മുനമ്പം വിഷയത്തിൽ പോലും കണ്ടുവെന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.